പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ 5 പേർ മരിച്ചു. തിരുവാരൂരിൽ സ്ത്രീ ഷോക്കേറ്റ് മരിച്ചു. തൂത്തുക്കുടി മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. സ്ഥലത്ത് NDRF സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് തമിഴ്നാട്ടിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ കഴിഞ്ഞ 24 മണിക്കൂറായി തമിഴ്നാട്ടിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. മലാക്ക കടലിടുക്കിന് മുകളിലുള്ള ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ ആൻഡമാൻ കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട് കഴിഞ്ഞ 24 മണിക്കൂറായി കനത്ത മഴയാണ്. വലിയ രീതിയിലുള്ള മഴക്കെടുതിയും സംഭവിച്ചിരിക്കുന്നു. മഴക്കെടുതിയിൽ 5 പേരാണ് മരിച്ചത്. തിരുവാരൂരിൽ സ്ത്രീ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു. തൂത്തുക്കുടി മെഡിക്കൽ കോളേജിൽ വെള്ളം കയറിയിരിക്കുന്നു. സ്ഥലത്ത് NDRF സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ മഞ്ഞ മുന്നറിയിപ്പായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഒപ്പം വടക്ക് കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതോടെയാണ് കഴിഞ്ഞ 24 മണിക്കൂറായി തമിഴ്നാട്ടിൽ കനത്ത മഴ പെയ്യുന്നത്. ഇതോടൊപ്പം മഴ വർദ്ധിക്കുമെന്നുള്ള അതിൻ്റെ ഒരു സൂചനയായി മലാക്ക കടലിടുക്കിന് മുകളിലുള്ള ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി തെക്കൻ ആൻഡമാൻ കടലിൽ മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഒപ്പം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ കേരളത്തിലേക്കും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. അത് അടുത്ത 48 മണിക്കൂറിനുള്ളിലാണ് ആ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ അത് കേരളത്തിലേക്കും മഴയായി ഭവിക്കും എന്നുള്ള ഒരു സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 48 മണിക്കൂറിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒപ്പം തമിഴ്നാട്ടിൽ കനത്ത മഴ തന്നെയാണ്. മഴക്കെടുതിയും രൂക്ഷമാണ്.